ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെല്ലാം? നമുക്കിന്ന് നല്ലൊരു മുട്ടക്കറി തയ്യാറാക്കിയാലോ? അതിനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കടുകിട്ടു, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതിനകത്തേക്ക് ഇട്ടു. ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തേക്ക് ഇട്ടു. അരിഞ്ഞു വെച്ച സവാള ഇട്ടു. അത് നന്നായി വഴറ്റി ഏകദേശം ഒരു ഗോൾഡൻ കളറിലേക്ക് വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കണം. അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് ഈ തക്കാളിക്ക് കുറച്ച് വേവ് കുറവുണ്ട്, കാരണം നമ്മൾ പെട്ടെന്ന് വെന്തുടഞ്ഞ് കിട്ടുന്നില്ല. പകരം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ തക്കാളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം അത് മൂടി വെച്ച് ആവിയിൽ വെച്ച് കുറച്ച് സമയം വെച്ചപ്പോൾ വെന്ത് കിട്ടി. അല്ലാതെ പെട്ടെന്ന് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ തക്കാളി അങ്ങനെ വേവ് റെഡിയാവുന്നില്ല. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം, അരപ്പിൻ്റെ മസാലക്കൂട്ട് ചേർക്കാം. അപ്പോൾ ആദ്യം അതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം കൂടെ ഈ വെജിറ്റബിൾസിലേക്ക് ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നന്നായി വഴറ്റി അതിൻ്റെ ഒരു പച്ചമണമെല്ലാം പോയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യമുള്ള വെള്ളമൊഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായി ഇളക്കി നമുക്കൊരു നല്ല ഹൈ ഫ്ലെയിം വേണ്ട, ഒരിടത്തരം ഫ്ലെയിമിലിട്ട് നല്ലോണം തിളപ്പിച്ച് അരപ്പെല്ലാം കൂടെ നന്നായി ഇളക്കി അതിലേക്ക് വരുന്ന വെള്ളമൊഴിച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിക്കണം. കുറച്ച് തിളപ്പിച്ച് തേങ്ങാപ്പാൽ ചേർക്കാം. നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ അതായത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ കട്ടിയില്ല തേങ്ങാപ്പാലിനെ ചേർത്ത്. അപ്പോൾ ഞങ്ങൾക്ക് തേങ്ങയെല്ലാം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട അതിലേക്കിട്ട് ഇതിനകത്ത് നല്ലപോലെ ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കറിവേപ്പില മല്ലിച്ചപ്പ് നന്നായി തിളക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ തിളപ്പിച്ച് വാങ്ങുമെങ്കിൽ ഇങ്ങനെ അപ്പോൾ നല്ല ഉഗ്രൻ മുട്ടക്കറി എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? ഇതേപോലെ ഒരു മുട്ടക്കറി വെച്ച് നോക്കണം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മല്ലിയില ഇതിനെ കമൻറ്റ് ചെയ്യണം, മല്ലിച്ചപ്പ് ലൈക്ക് ചെയ്യണം, കറിവേപ്പില ചേർത്തിട്ടുണ്ട്.